അസ്സലാമു അലൈക്കും. ഒരു മനുഷ്യൻക്ക് വേണ്ട എല്ലാ അറിവുകളും അല്ലെങ്കിൽ യഥാർത്ഥ വഴി ഏതാന്ന് നമ്മുടെ മതഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുള്ളൊരു ഉദാഹരണമാണ് സൂറ ഹൂദ് അധ്യായം 11 120 പറയുന്നത്. 120, 121, 122 വരെ പറയുന്നത്. ദൈവദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ നിന്ന് നിന്റെ മനസ്സിന് സ്ഥൈര്യം നൽകുന്നതെല്ലാം നിനക്ക് നാം വിവരിച്ചു. ഇതിലൂടെ യഥാർത്ഥ വിവരവും സത്യവിശ്വാസികൾക്ക് വേണ്ട സതുപദേശവും ഉത്ബോധനവും നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻക്ക് വേണ്ട എല്ലാ അറിവും വിവരവും മതഗ്രന്ഥങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. ഇനി അതിൽ തന്നെ പറയുന്നത്, വിശ്വസിക്കാത്തവരോട് നീ പറയുക, നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക, തീർച്ചയായും ഞങ്ങളും പ്രവർത്തിക്കുകയാണ്. അതിൽ 123 പറയുന്നത്, ആകാശഭൂമികളിലെ അദൃശ്യ കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് അള്ളാഹുവിനുള്ളതാണ്. അവങ്കിലേക്ക് തന്നെ കാര്യങ്ങളെല്ലാം അടക്കപ്പെടുകയും ചെയ്യും. ആകയാൽ നീ അവനെ ആരാധിക്കുകയും അവന്റെ മേൽ ഭാരം ഏൽപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി യാതൊന്നും നിന്റെ രക്ഷിതാവ് അശ്രദ്ധനല്ല. അപ്പൊ ഇവിടെയും പറയുന്ന അതന്നെയാണ്. നമുക്ക് ഗ്രന്ഥങ്ങളിൽ നമ്മുടെ എങ്ങനെയാണോ, ഏത് വഴിയാണോ സ്വീകരിക്കേണ്ടത്, ഏതാണ് സത്യത്തിന്റെ മാർഗം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകാരല്ല. അഥവാ നമ്മളത് അറിയാതെ നമ്മൾ വഴി വേറെ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാര്യം അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അത് പറയുന്നുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏതൊരു അധ്യായം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ ഈ ഒരു വായത്ത് അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. അള്ളാഹു എല്ലാം കാണുന്നു, അള്ളാഹു എല്ലാം കേൾക്കുന്നു, അറിയുന്നു. അപ്പൊ ഏതൊരു അധ്യായത്തിലും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു ഭാഗമാണ് ഈ കാര്യം. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ സൃഷ്ടാവിനെ പറ്റി വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സൃഷ്ടാവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളെ വലയം ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ നമ്മളെ സൃഷ്ടാവിന്റെ യഥാർത്ഥ സത്യമാർഗം ഏതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു വരി നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു ബോധം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. അത് ഏത് മതക്കാരായാലും പോലും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ഗ്രന്ഥം എന്താ പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ബൈബിളാവട്ടെ, ഭഗവത്ഗീത ആവട്ടെ, ഖുറാനിലാവട്ടെ സൃഷ്ടാവിന്റെ കൈകളെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ കൈകൾ എന്ന് പറയുന്ന ആ ഒരു അംശത്തിന്റെ കാര്യമാണ് ഇവിടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നത് അള്ളാഹു കേൾക്കുന്നുണ്ട്. അഥവാ നമ്മൾ 2 പേരാണ് സംസാരിക്കുന്നതെങ്കിൽ മൂന്നാമതായി അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി 3 ആളാണെങ്കിൽ 4-മനായി അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ 4 ആളെങ്കിൽ 5-മനായി അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നത് എന്താ? സൃഷ്ടാവിന്റെ ആ അംശം നമ്മൾ വലയം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാ കാര്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏത് മതക്കാർക്കും ഈ ഒരു അറിവ് ആവശ്യമാണ്. കാരണം തെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓർമ്മ നമ്മളിൽ വേണം.